അത് കഴിഞ്ഞിട്ട് അങ്കിള് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആരൊക്കെയാണ് ആൻസർ തരിക അവർക്ക് അങ്കിള് ചോക്ലേറ്റ് കൊടുക്കും. ഇത് ക്ലിയർ? അങ്കിൾ എല്ലാം പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് അങ്കിള് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് ആരാ ഉത്തരം തരിക അവർക്ക് അങ്കിൾ എന്താ കൊടുക്കുക? ചോക്ലേറ്റ്. ആരാ ഉത്തരം തരില്ല അവർക്ക് ചോക്ലേറ്റ്സ് ഇല്ല. ഇത് ക്ലിയർ ഇഷാൻ? So I am going to tell you something about the vehicle standing here. Listen carefully and then I am going to ask questions. If you people are replying me with correct answers, you will be rewarded with chocolates. If you are not answering me correctly, you will not be given chocolates. Is it correct, Tanya? Shall I start? Okay. Idu endha nammal nikkunathu? Idu endha paraya? Scooter. What is this? Scooter. Scooter രണ്ട് വിധം സ്കൂട്ടർ ഉണ്ടാവും. ഒന്ന് പെട്രോൾ കൊണ്ട് ഓടുന്നത്, ഒന്ന് ബാറ്ററിയെ കൊണ്ട് ഓടുന്നത്. സ്കൂട്ടർ എത്ര സ്കൂട്ടർ ഉണ്ട്? രണ്ട് സ്കൂട്ടർ. ഒന്ന് പെട്രോൾ കൊണ്ട് ഓടുന്ന സ്കൂട്ടർ. ആദ്യം രണ്ട് സ്കൂട്ടർ. ഒന്ന് പെട്രോൾ കൊണ്ട് ഓടുന്നത്, ഒന്ന് ബാറ്ററി കൊണ്ട് ഓടുന്നത്. അങ്കിളുടെ സ്കൂട്ടർ എന്താണ്? പെട്രോൾ. എവിടെ പെട്രോൾ നിറയ്ക്കുക? ഇതാ ഇവിടെ. കണ്ടോ? ഇതെന്താണത്? ടാങ്ക്. നിങ്ങളുടെ വീട്ടിൽ വെള്ള ടാങ്ക് ഉണ്ടോ? വെള്ളത്തിന്റെ ടാങ്ക് ഉണ്ടോ? അതിൽ വെള്ളം നിറയ്ക്കോ? അതിൽ വെള്ളം നിറച്ചാൽ നിങ്ങൾക്ക് കുളിക്കാനൊക്കെ പറ്റുള്ളൂ. അതുമാതിരി അങ്കിളുടെ സ്കൂട്ടറിന് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്ക് എന്താ നിറയ്ക്കുക? പെട്രോൾ. പെട്രോൾ ഇരിക്കില്ല. പെട്രോൾ ഇല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ പറ്റുമോ? പെട്രോൾ ഇല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ പറ്റുമോ? അപ്പൊ പെട്രോൾ നിറയ്ക്കുന്ന ടാങ്കിനെ നമ്മൾ എന്താ പറയുക? പെട്രോൾ ടാങ്ക്. അപ്പൊ ഇതൊരു സ്കൂട്ടറാണ്, റൈറ്റ്? ഓക്കെ. ഇതെന്താണിത്? ഇതെന്താണിത്? വലിക്ക പറയല്ലോ. ഇതെന്താണിത്? വെരി ഗുഡ്. അതുമാതിരി തന്നെ ഇതെന്താണിത്? അത് ഇംഗ്ലീഷ് എന്താ പറയുക? മിറർ. വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഇത് മിറർ. ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. എന്നാ ഗ്ലാസ് പറയുക. നമ്മുടെ ജെല്ലിലില്ല, ഇതിനാണ് ഗ്ലാസ് പറയുക. ഏത്? ഇത്. ഇതെന്താണിത്? ഗ്ലാസ്. ദിസ് ഇസ് ഗ്ലാസ്. അതിനെന്താ പറയുക? മിറർ. അപ്പൊ മിററും ഗ്ലാസും വ്യത്യാസം മനസ്സിലായോ? മിററില് നമ്മൾ നോക്കിയാല് നമ്മുടെ മുഖം തിരിച്ചു കാണും. ഗ്ലാസ്സിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ മുഖം തിരിച്ചു കാണത്തില്ല. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗ്ലാസ് ആൻഡ് എ മിറർ. അപ്പൊ ഇതിനെന്താ പറയാ? മിറർ. എത്ര മിറർ ഉണ്ട്? 1 and 2. ഇതിനെ എന്താ നമ്മൾ പറയാ? സൈഡ് മിറേഴ്സ്. സൈഡ് മിറേഴ്സ്. ഈ കണ്ണാടി എന്തിനാണ് സ്കൂട്ടറിൽ തരിക? മുടിഞ്ഞാനോ? ഈ കണ്ണാടി സ്കൂട്ടറിൽ എന്തിനാ തരിക? പിന്നെ ഈ കണ്ണാടി സ്കൂട്ടറിൽ എന്തിനാ തരിക? ഈ കണ്ണാടി സ്കൂട്ടറിൽ വെച്ചിട്ടില്ലേ? ഇത് എന്തിനാ വെക്കുക? ഭൂമിക്ക ലിപ്സ്റ്റിക് ഇടാനോ? അല്ല, മുടിഞ്ഞാനോ? ഇതെന്തിനാ ഈ കണ്ണാടി തരിക? എന്ത് പിടിക്കാൻ? കൈ പിടിക്കാൻ. ഓ, അപ്പൊ പോകുമ്പോ ഭൂമിക്ക ഇതിലിങ്ങനെ കൈ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ സൈഡ് മിറർ തന്നിരിക്കുന്നത്. ശരി. വേറെ വല്ലവർക്കും പറയാനുണ്ടോ? ഇതെന്തിനാ കണ്ണാടി തരിക? ആദിത്യ, കൈ പിടിക്കാൻ. അപ്പൊ നിനക്ക് കൈ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വെക്കുന്നത്. അതിനെന്തിനാ കണ്ണാടി? രണ്ട് വടി വെച്ചുകൂടെ അവിടെ? രണ്ട് വടി വെച്ചുകൂടെ അവിടെ? അല്ലേ? ഇതിനാ കണ്ണാടിയുടെ ആവശ്യം? കണ്ണാടി എന്തിനാ വെച്ചിരിക്കുന്ന ചോദിക്കുന്നുണ്ട്. കൈ പിടിക്കുകയാണെങ്കിൽ അവിടെ ഇത് കണ്ണാടി വേണ്ട, രണ്ട് കമ്പി മതിയല്ലോ, ഇങ്ങനെ പിടിക്കാമല്ലോ. എന്തിനാ ഈ കണ്ണാടി? കണ്ണാടി എന്തിനാ തന്നിരിക്കുന്നത് അവിടെ? കണ്ണാടി എന്തിനാ തന്നിരിക്കുന്നത്? പിടിക്കാനോ? തേങ്ങ പിടിക്കാൻ. കണ്ണാടി എന്തിനാ തന്നിരിക്കുന്നത്? ദിനു? നോ. എന്തിനാ? മുടി ചീന്താൻ. നീ ആദ്യം മൊട്ട. ഈ എന്റെ കണ്ണാടി മുടി ചീന്താൻ വേണ്ടി തന്നിരിക്കണം അവിടെ. എന്തിനാ കണ്ണാടി തന്നിരിക്കുന്നത്? കൈ പിടിക്കാൻ അല്ല. റോങ് എവരിവൺ. കണ്ണാടി എന്താണ്? അങ്കിൾ ഇപ്പൊ ബൈക്ക് ഓട്ടിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഓട്ടിക്കുകയാണെങ്കിൽ കണ്ണാടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് അങ്കിൾക്ക് പിന്നാലെ വരുന്ന വണ്ടി ഇതിൽ പാത്ത മുടിയും. അങ്കിൾ ഇങ്ങനെ ഓട്ടുകയല്ലേ? അങ്ങളുടെ കണ്ണ് എവിടെയാണ്? തവള പിന്നാലെ, തവള മുന്നാലെ. എവിടെ കണ്ണുള്ളത് അങ്ങളുടെ? ഇവിടെയല്ല, ഉമ്മർത്ത്, ഫ്രണ്ടില് അല്ലേ? ഇവിടെയല്ല കണ്ണ്. ഇവിടെ ഉണ്ടോ കണ്ണ്? അഥവാ കണ്ണ് ഇവിടെ ഉണ്ടോ അങ്ങളുടെ? ഇവിടെ കണ്ണ് ഫ്രണ്ടില്. അപ്പൊ അങ്കിൾക്ക് ഇവിടുത്തെ കാണാൻ പറ്റുക, ഇവിടുത്തെ കാണാൻ പറ്റുക, ഫ്രണ്ടിലത്തെ കാണാൻ പറ്റുക. അപ്പൊ ബാക്കിൽ വല്ലവരും വരുന്നുണ്ടോ ഇല്ലേ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? കണ്ണാടി. ഇപ്പൊ കറക്റ്റായി പറഞ്ഞു. അപ്പൊ കണ്ണാടി എന്തിനാണ്? മുടി ചീന്താനല്ല, കണ്ണാടി പിടിക്കാനല്ല. കണ്ണാടി എന്തിനാണ്? ബാക്കിൽ വരുന്ന വണ്ടികളെ കാണാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? മനസ്സിലായോ സഫീര? പൃഥ്വി
കണ്ണാടി ബാക്കിലെ വരുന്ന വണ്ടിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പൊ എന്താ ചെയ്യണത്. അവിടെ ആരാ നിൽക്കുന്നത്? അനിത. ആ പിന്നാലെ ഒരു കാർ വരുന്നു. അങ്കിൾക്ക് എങ്ങനെ അറിയും? അങ്കിളുടെ കണ്ണ് ഇവിടെയല്ലേ. അങ്കിള് കണ്ണാടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ എന്താ കാറ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. റൈറ്റ്. ഇപ്പൊ അനിത ആന്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അങ്കിൾക്ക് എങ്ങനെ കാണാൻ പറ്റുക? കണ്ണാടി നോക്കിയാൽ അങ്കിൾക്ക് ബാക്കിലത്തെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ സ്കൂട്ടർ ഓട്ടുമ്പോ പിന്നാലെ ഒരു വണ്ടി സ്പീഡായി വരുന്നു. അങ്കിൾക്ക് എങ്ങനെ അറിയാ? കണ്ണാടി. അപ്പൊ കണ്ണാടി എന്തിനാ തന്നിരിക്കുന്നത് സ്കൂട്ടറില്? നമ്മളുടെ ബാക്കി വരുന്ന ആൾക്കാരെ, ബാക്കി വരുന്ന വണ്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണാടി. റൈറ്റ്. ഇതെന്താണത്? സ്റ്റാൻഡ്. ഇതെന്താണത്? സ്റ്റാൻഡ്. ഇതിനെന്താ പറയാ? സെന്റർ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് എന്തിനാണ്? വണ്ടി നിർത്താൻ വേണ്ടി. സ്റ്റാൻഡ് എന്തിനാണ്? സ്റ്റാൻഡ് ഇല്ലെങ്കിൽ വണ്ടി നിർത്താൻ പറ്റുമോ? ഋത്വിക്, സ്റ്റാൻഡ് ഇല്ലെങ്കിൽ വണ്ടി നിർത്താൻ പറ്റുമോ? വണ്ടി താഴെ വീടും. വണ്ടി എന്ത് വിഹാനി? സ്റ്റാൻഡ് ഇല്ലെങ്കിൽ വണ്ടി നിർത്താൻ പറ്റുമോ? ഇല്ല. എന്താവും? വണ്ടി താഴെ വീടും. അപ്പൊ എല്ലാ വണ്ടികളിലും 2 സ്റ്റാൻഡ് ഉണ്ടാവും. സെന്ററിൽ നിൽക്കുകയാണെങ്കിൽ വണ്ടി ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെന്താ പറയാ? സെന്റർ സ്റ്റാൻഡ്. ചില വണ്ടികളിൽ ഇങ്ങനത്തെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നിർത്തും. ഇതിനെ പറയാ സൈഡ് സ്റ്റാൻഡ്. ഒരു സൈഡിലേക്ക് നിൽക്കില്ല വണ്ടി. അപ്പൊ ഇതിനെന്താ പറയാ? സൈഡ് സ്റ്റാൻഡ്. പിന്നെ മറ്റേ വണ്ടി എന്താ പറയാ? നമ്മള് സെന്ററിൽ നിർത്തുകയാണെങ്കിൽ എന്താ പറയാ? സെന്റർ സ്റ്റാൻഡ്. ഒരു മിനിറ്റ്. സെന്റർ സ്റ്റാൻഡ് വണ്ടി നിർത്താൻ പറ്റുമോ? അങ്ങനെ വണ്ടി നിർത്തി. സെൻട്രൽ സ്റ്റാൻഡില് വണ്ടി നിർത്തി. അപ്പൊ എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? ഫസ്റ്റ് സീറ്റ്. ഇതെന്താണത്?